വീണ്ടും വളരെ കൃത്യമായ ഒരു പ്രവചനം. സ്ഥലം പറഞ്ഞില്ലെങ്കിലും ഇത് സംഭവിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. ജപ്പാനിലും റഷ്യയിലും സുനാമി നമ്മൾ പ്രവചിച്ചിരുന്നു. കറക്റ്റ് ഇതേ ദിവസം. ഒന്ന് കേട്ടു നോക്കൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുജൻ രാശി മാറുമ്പോൾ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തന്നെയാണ് ഈ ചന്ദ്രനും കുജന്റെ ഒപ്പം വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഗ്രഹസ്ഥിതികൾ കാണിച്ചിരിക്കുന്ന, അതായത് 28, 29 ഒക്കെ വരുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. വ്യക്തമായി പറഞ്ഞാൽ ഉത്രം വരുമ്പോൾ, ഉത്രം നക്ഷത്രത്തിൽ ഈ ലോകത്ത് എന്ത് സംഭവിക്കും നോക്കണം. വലിയൊരു ഭൂകമ്പത്തിനുള്ള സാധ്യതയുണ്ട്. നമ്മളെ ഒരു ഇത് വെച്ച്, ഇത്രയും നാളത്തെ ഒബ്സർവേഷൻ വെച്ച് നല്ല ഒരു ഭൂകമ്പത്തിനുള്ള സാധ്യതയുണ്ട്. ശനി മീനത്തിലായത് കൊണ്ട് തന്നെ കടലിനടിക്ക് വലിയ അഗ്നിപർവ്വത സ്ഫോടനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ഭൂകമ്പം എന്തെങ്കിലും ആയിട്ട് വന്നിട്ട് ചെറിയ സുനാമിക്കും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അത് വലുതാകാം അല്ലെങ്കിൽ ചെറുത്. 6 ദിവസങ്ങൾക്ക് മുമ്പിട്ട മറ്റ് പ്രവചനങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതേപോലെയല്ലേ എല്ലാം സംഭവിച്ചത്. NFL സംഭവം, അതുപോലെ വാവുബലിക്കിടയിൽ കടലിൽ കുറെ പേര് പോയിട്ട് പക്ഷെ അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. ഇതുപോലെ എത്രയെത്ര പ്രവചനങ്ങൾ നമ്മുടെ ചാനലിൽ. അമാവാസിയാണ് വരുന്നത്. ജലത്തിനടുക്കൊക്കെ പോകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം. മനസ്സ് വളരെയധികം കൺട്രോൾ ചെയ്യണം. ഈ തീപിടുത്തങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം സൂക്ഷിക്കണം. 26, 27, 28 ഈ തീയതികളിൽ എന്തെല്ലാം സംഭവിക്കും നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം. വലിയ വലിയ ആഡംബര കാര്യങ്ങൾ, അതുപോലെ വലിയ വിശദമായ വീഡിയോ 6 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കിക്കോണേ. ലോകത്തെ രക്ഷിക്കാൻ പഠിക്കാം ജ്യോതിഷശാസ്ത്രം. ജ്യോതിഷശാസ്ത്രത്തിന് മാത്രമേ അതിന് കഴിയുള്ളൂ. ഓം നമഃ ശിവായ.